ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നത് ശരീരത്തിന് നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയുടെ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചെടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തവര എന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്തെന്ന് എനിക്കറിയില്ല. എന്ത് പേരാണെങ്കിലും കമൻറ്റിലൂടെ പേരറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇത് കഴിച്ചാൽ നല്ല കണ്ണിന്, പിന്നെ ശരീരത്തിന് ചോര ഉണ്ടാക്കാനൊക്കെ, നല്ല ചോര വർദ്ധിക്കാനൊക്കെ നല്ല ഉപകാരമുള്ളൊരു ചെടിയാണ്. പക്ഷേ ഇത് മഴക്കാലമായാൽ റോഡരികിൽ എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ്. പക്ഷേ ഇതാരും ശ്രദ്ധയിൽപ്പെടുത്താറില്ല. ഇപ്പം ആരും ഇത് കറി വെക്കാറും കൂടിയില്ല. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞാൽ ഞെട്ടിപ്പോവും. പിന്നെ എല്ലാ ദിവസവും വീട്ടിൽ ഇത് ഉണ്ടാക്കി കഴിക്കും. പക്ഷേ ഇത് മഴക്കാലം ഉണ്ടായാൽ മാത്രം ആവുന്നൊരു തരം ചെടിയാണ്. ഇപ്പോൾ റോഡ് സൈഡ് എല്ലായിടത്തും കാണാൻ പറ്റും. എല്ലാവരുടെ പറമ്പിലും കൂടി ഉണ്ടാവും. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഞാനെടുത്തിട്ടുള്ളത് നല്ല ഒരു പിടി തവരച്ചപ്പലയാണ്. അപ്പോൾ ഇത് ഞാൻ നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഓരോ ഇല നോക്കിയിട്ട് വേണം കഴുകിയെടുക്കാൻ. വല്ല പുഴുവോ ചെലന്തി വലയോ വല്ല എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് ഓരോ ഇലകൾ നോക്കിയിട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ. അതിനതാ ചെറിയതാക്കിയിട്ട് മുറിച്ച് കറി വെക്കേണ്ടതാണ്. ഞാനിന്നിവിടെ തോരനാണ് വെക്കുന്നുള്ളത്. നല്ല ടേസ്റ്റായിട്ട് ഒട്ടും എണ്ണയില്ലാതെ, ഒട്ടും എണ്ണ ഒന്നും ഒഴിക്കാതെ ആണ് ഞാനിത് തോരൻ വെക്കുന്നുള്ളത്. നാടൻ രീതിയിലാണ് ഞാൻ ഇന്നിവിടെ തോരൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് കറി വെക്കുമ്പോൾ നല്ല ഇല ആയിരിക്കണം. നല്ല മൂത്ത ചപ്പല ഇലയെങ്കിൽ എന്താവും, കറി കഴിച്ചു പോകും. അപ്പോൾ കറീൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അതുകൊണ്ട് നല്ല എളുത്ത് ഇല ആയിരിക്കണം ഇതിങ്ങനെ കറി വെക്കാനായിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ നല്ല എളുത്ത് തണ്ടോട് കൂടിയിട്ടാണ് ഞാൻ കറി വെക്കുന്നുള്ളത്. ഇലയും തണ്ടും എല്ലാം ഒന്നിച്ചിട്ടിട്ടാണ് തോരൻ വെക്കുന്നുള്ളത്. ഞാനത് നല്ലപോലെ ചെറുതാക്കിയിട്ട് ചെറിയ കനത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതാക്കിയിട്ട് അരിഞ്ഞാലാണ് ഇലക്കറിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് എത്ര കഴിയുന്നോ കനം കുറച്ച് തരിയാൻ അത്രയും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാവരും ചിക്കന്, മീൻ, ബീഫ്, മട്ടന് പിന്നെ പല ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി കഴിക്കുന്നല്ലാതെ ഇപ്പോൾ ഇതൊന്നും ആരും കഴിക്കത്തും കൂടിയില്ല. അപ്പോൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ കറി വെച്ച് ഉണ്ടാക്കി കഴിക്കണം. ഇല ചിക്കനൊക്കെ കഴിച്ച് ശരീരമൊക്കെ ആകെ കൊഴുത്ത് പോകുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് കഴിച്ചാൽ ശരീരം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും. അങ്ങനെ എല്ലാ ഇലയും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ചക്കക്കുരുവാണ് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര ചക്കക്കുരു വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇത്ര ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഒരു 10ഓ 15ഓ ചക്കക്കുരു ധാരാളം മതിയാവും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന കുറച്ചിവിടെ ആളുള്ളത്. അപ്പോൾ ആളിനനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ തോരൻ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഒരു കണ്ണളവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അതിലേക്ക് വേണ്ടി എത്ര ചക്കക്കുരു ഇട്ടെടുക്കുക. ചക്കക്കുരു ഇട്ടെടുക്കുമ്പോൾ ഞാൻ മുറിച്ചിട്ടല്ല ഇട്ടെടുക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയതിന് ശേഷം കല്ലുകൊണ്ട് നല്ലപോലെ ഉടച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ടെടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഇട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല പോലെ ഉടഞ്ഞു വരണം. എന്നാലോ നല്ല പൊടിയായി ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതെന്താക്കാം, നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം വേവിക്കാനായിട്ട് വെക്കാം. ഇലയിനേക്കാളും കുറച്ചും കൂടി വേവുള്ളത് കൊണ്ട് ഞാൻ ചക്കക്കുരു ആദ്യം വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെയാണ് ഞാൻ ഇല ഇട്ടെടുക്കുന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ചട്ടി എടുത്ത് ചട്ടിയിലേക്ക് ചക്കക്കുരു ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു വേവാൻ വെള്ളവും ഒഴിച്ച് ഒരു 5 മിനിറ്റ് നല്ല പോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്താണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചക്കക്കുരുവിനും പിന്നെ ഇലയിലേക്കും വേണ്ടത്ര ഉപ്പ് ഇട്ടുകൊടുക്കുക. അപ്പോൾ നല്ലോണം ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. ഇലക്കറിക്ക് ഉപ്പ് എപ്പോഴും പിന്നിട്ട് നിൽക്കണം, എന്നാലേ ഇലക്കറിക്ക് നല്ല കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഉപ്പ് മുന്നിട്ട് കൊടുത്താൽ കഴിക്കുന്ന സമയത്ത് ഉപ്പിച്ച് പോകും. അപ്പോൾ അതത്ര ടേസ്റ്റ് ഉണ്ടാകുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനെപ്പോഴും ഇലക്കറി വെക്കുമ്പോൾ
കുറച്ചിട്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കാറ്. അപ്പോൾ കറിയൊക്കെ ഫുള്ള് സെറ്റായി വരുമ്പോൾ ഉപ്പ് നല്ല പാകമായി കിട്ടും. അങ്ങനെ ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ വേവിച്ചെടുക്കുന്നുണ്ട്. അതിനത് ആ ചക്കക്കൂര് നല്ല പോലെ വെന്ത് വന്നിട്ടാകുമ്പോൾ ഞാനൊന്ന് ഇതിലേക്ക് വേണ്ടി അരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതരി വേണമെങ്കിലും വറുത്തെടുക്കാം. ഞാനിപ്പോൾ ചോറുണ്ടാക്കുന്ന അരിയാണ് വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം 1 കപ്പ് എടുത്തിട്ടുണ്ട് അരി വറുക്കാനായിട്ട്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ടൊന്നും ഇട്ടെടുക്കുന്നില്ല. പിന്നെ എരിവിന് ആവശ്യമായ വറ്റൽ മുളകും ഒന്ന് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തണുത്ത് വരുമ്പോൾ ഞങ്ങളുടെ ഇല നല്ല പോലെ ഇവിടെ വെന്ത് വരും. അപ്പോൾ ചക്കക്കൂര നല്ല പോലെ വെന്ത് വന്നത് കൊണ്ട് ഞാൻ എന്താക്കുന്ന ഇല ഒന്ന് വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്ന് 1/4 വേവാകുമ്പോൾ തന്നെ എന്താക്കുക, ഇല ആ ചക്കക്കൂരിൻ്റെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. ഞാനതാ ഇല ഫുള്ളായിട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ഫുള്ള് കുക്കായി വന്നതിന് ശേഷം ഞാൻ ചക്കക്കൂര ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ അതാ ചക്കക്കൂര വെന്ത് വന്ന വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇല വേവിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ നല്ല പോലെ മിക്സ് ആക്കി എടുത്ത് ഞാൻ ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ നേരത്തെ വറുത്ത് വെച്ച അരിയും മുളകും നല്ല പോലെ തണുത്ത് വന്നതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നിച്ച് പൊടിച്ചെടുക്കാനായിട്ട് ഞാൻ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അരി കുറച്ച്, അപ്പോൾ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പകുതി അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വറ്റൽ മുളക് 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് നല്ല പോലെ ഞാൻ ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ആ സമയം ആവുമ്പോഴേക്കും എൻ്റെ ഇല നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ തേങ്ങ കൂടി അത്യാവശ്യം വലിയൊരു മുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തോരൻ കറിക്കല്ലോ തേങ്ങ കൂടുതലായി ടേസ്റ്റ് കൂടുതൽ എനിക്കിഷ്ടമാണ്. ഇങ്ങനെ പച്ചക്കറിക്കൊക്കെ തേങ്ങ കൂടുതൽ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇങ്ങനെയുള്ള ഇലക്കറികൾ ഞാൻ വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കാതിരിക്കുകയില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്തിലായാലും ഞാൻ കഴിക്കാൻ പറ്റുന്ന എന്തിലായാലും ഞാൻ കറി വെച്ച് കഴിക്കും. എനിക്കിഷ്ടമാണ് ഇങ്ങനെ കറി വെക്കാനൊക്കെ. പിന്നെ തേങ്ങ ഇട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ ഞാൻ പൊടിച്ച് വെച്ച അരിപ്പൊടിയും കൂടി കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ആയിക്കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനെ നോക്കി കുറേശ്ശായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ കുറേശ്ശായിട്ട് ഇട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ കറി ഇവിടെ സെറ്റായി കഴിഞ്ഞ് പിന്നെ നേരത്തെ വേവിച്ചില്ലേ ആ ചക്കക്കൂരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്കക്കൂരും ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതൊന്ന് ചൂടായി വരുമ്പോൾ കറി സെറ്റായി. അപ്പോൾ സിമ്പിളാണ്, നല്ല ഹെൽത്തിയാണ്, നല്ല ഔഷധ ഗുണമുള്ളൊരു കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. അങ്ങനെ ചൂടോടെ തന്നെ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചൂട് ചോറിൻ്റെ ഒന്നിച്ചും വെറുതെ കഴിക്കാൻ പറ്റിയ കട്ടൻ ചായൻ്റെ ഒന്നിച്ചോ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി തോരനാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.